ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിലേക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഇംപറേറ്റീവ് സെന്റൻസസ്. ഇംപറേറ്റീവ് സെന്റൻസസ് വരുന്ന സമയത്ത് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? എന്താണ് ഇംപറേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഡർ അല്ലെങ്കിൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു വിഷ് അല്ലെങ്കിൽ കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, വിഷ്, കമാൻഡ് എന്നീ ഫോമിലുള്ള സെന്റൻസുകളെ നമ്മൾ എന്ത് പറയാം? ഇംപറേറ്റീവ് സെന്റൻസസ്. അതായത് ഷട്ടപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. അതേപോലെ ക്ലോസ് ദി ഡോർ അല്ലെങ്കിൽ ഷട്ട് ദി വിൻഡോ, ഗെറ്റ് ഔട്ട് ഒക്കെ എന്താണ്? ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ് അല്ലേ? ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തി അനിവാര്യമായിട്ട് വരുന്ന സെന്റൻസുകൾ. സെന്റൻസ് തുടങ്ങുന്ന ഏതിലായിരിക്കും? വെർബിലായിരിക്കും എന്ത് സെന്റൻസ് തുടങ്ങുക. അത്തരം സെന്റൻസുകളെ നമ്മൾ എന്ത് പറയാം? ഇംപറേറ്റീവ് സെന്റൻസസ് എന്ന് പറയാം. ഇംപറേറ്റീവ് സെന്റൻസസ് ഒന്നുകിൽ ഓർഡർ ആയിരിക്കും, അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വിഷ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? കമാൻഡ് ആയിരിക്കും. ദെൻ ഇംപറേറ്റീവ് സെന്റൻസസ് തുടങ്ങുന്ന ഏതിലായിരിക്കും? വെർബിന്റെ V1 ഫോമിലായിരിക്കും എന്ത് ഇംപറേറ്റീവ് സെന്റൻസസ് തുടങ്ങുക. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് സെന്റൻസ് നോക്കും, ഷട്ട് ദി വിൻഡോ. സെന്റൻസ് തുടങ്ങിയ ഏതിലാണ്? ഷട്ട് എന്ന് പറയുന്ന വെർബിലാണെന്ത് സെന്റൻസ് തുടങ്ങി. അതേപോലെ നമുക്ക് എന്താ പറയുക? ഗെറ്റ് ഔട്ട് അല്ലേ? ദെൻ ക്ലോസ് ദി ഡോർ അല്ലേ? ഷട്ടപ്പ്, അതൊക്കെ എന്താണ്? ഇംപറേറ്റീവ് സെന്റൻസസുകൾ. അതായത് വെർബിലായിരിക്കും സെന്റൻസ് തുടങ്ങുക. ആ സെന്റൻസിന് എന്തായിരിക്കും? ആ സെന്റൻസ് ഒരു പ്രവൃത്തി അനിവാര്യമായിട്ട് വരിക. അതായത് ഷട്ട് ദി വിൻഡോ എന്ന് പറഞ്ഞാൽ വിൻഡോ അടിക്കുക അല്ലേ? ക്ലോസ് ദി ഡോർ എന്ന് പറഞ്ഞാൽ ഡോർ അടിക്കാൻ വേണ്ടിയിട്ട്. ഷട്ടപ്പ് എന്ന് പറഞ്ഞാൽ മിണ്ടരുത്. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് പോകാൻ. സോ അതൊക്കെ എന്തായിരിക്കും? ഒരു പ്രവൃത്തി അനിവാര്യമായിട്ട് വരുന്ന സെന്റൻസുകൾ. സെന്റൻസ് തുടങ്ങിയതിലായിരിക്കും? വെർബിലായിരിക്കും. വെർബിന്റെ V1 ഫോമിലായിരിക്കും എന്ത് സെന്റൻസ് തുടങ്ങുക. അത്തരം സെന്റൻസുകളെ നമ്മൾ എന്ത് പറയുക? ഇംപറേറ്റീവ് സെന്റൻസുകൾ എന്ന് പറയാം. ഓക്കെ, നോക്കാം. നമുക്ക് ഇംപറേറ്റീവ് സെന്റൻസുകൾ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളത് സെന്റൻസിനെ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുക? ഒന്നാമത്തത്, ഇംപറേറ്റീവ് സെന്റൻസുകൾ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ഓർഡേഴ്സ് വിത്ത് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റോട് കൂടി വരുന്ന ഇംപറേറ്റീവ് സെന്റൻസുകൾ. അത് ഇംപറേറ്റീവ് സെന്റൻസുകൾ എന്ന് പറയുന്ന സമയത്ത് ഒബ്ജക്റ്റോട് കൂടി വരുന്നതിനെയും അതേപോലെ ഒബ്ജക്റ്റ് ഇല്ലാത്ത സെന്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംപറേറ്റീവ് സെന്റൻസ് ഓർഡേഴ്സ് എന്ത് ചെയ്യുക? വിത്ത് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റോട് കൂടി വരുന്ന ഓർഡേഴ്സ്, കൽപ്പനകൾ നമ്മൾ എങ്ങനെ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുക. അതായത് ആക്റ്റീവ് വോയിസിൽ നമുക്ക് കാണാൻ പറ്റുക വെർബിന്റെ V1 ഉണ്ടാവും അല്ലേ? പിന്നെ എന്തുണ്ടാവും? ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. നോക്കൂ, ഇവിടെ ഷട്ട് ദി വിൻഡോ, ഇവിടെ വെർബ് വന്നിട്ടുണ്ട്. ദ വിൻഡോ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു ഒബ്ജക്റ്റ് ആണ്. അതായത് ഷട്ട് എന്ന് പറയുന്നത് വെർബാണ്, ദ വിൻഡോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. സോ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആക്റ്റീവ് വോയിസിൽ വെർബിലായിരിക്കും സെന്റൻസ് തുടങ്ങുക. ശേഷം എന്ത് കാണാൻ പറ്റും? ഒരു ഒബ്ജക്റ്റ് കാണാൻ പറ്റും. അത് നമ്മൾ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നാമത്തെ എന്താ? ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 അതിന് റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ് ഉണ്ടെങ്കിൽ അത്. അതായത് ലെറ്റ് എന്ന് എഴുതുക, ശേഷം എന്ത് ചെയ്യുക? ഏതാണോ ഒബ്ജക്റ്റ് ആ ഒബ്ജക്റ്റിന് എഴുതുക. ദെൻ ബി ഫോം ആയിട്ടുള്ള ബി എഴുതുക. വെർബ് ഏതാണോ ആ വെർബിന്റെ V3 ഫോം എഴുതുക. ഇതാണെന്ത് ആദ്യത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ രീതി നമുക്ക് എന്താ പറയാം? യു ആർ ഓർഡേർഡ് ടു അല്ലെ? ഇത്രയും പാട്ട് എന്ത് ചെയ്യാം? നമുക്ക് എഴുതാം. യു ആർ ഓർഡേർഡ് ടു അല്ലെ? ഓർഡർ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? വിത്ത് ഒബ്ജക്റ്റ് വരുന്ന ഓർഡർ അല്ലെ? യു ആർ ഓർഡേർഡ് ടു എന്ന് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യാം? എന്താണോ ചോദ്യം അതങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇംപറേറ്റീവ് സെന്റൻസിനെ ആക്റ്റീവ് വോയിസ് നമുക്ക് എന്ത് ചെയ്യാം? പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം. നോക്കാം. നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കും. ഷട്ട് ദി വിൻഡോ. ഷട്ട് ദി വിൻഡോ എന്ന് പറയുന്ന സെന്റൻസിൽ നമുക്ക് ലെറ്റ് വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ലെറ്റ് എഴുതുക അല്ലേ? പിന്നെ എന്താ എഴുതേണ്ടത്? തന്നിരിക്കുന്ന സെന്റൻസിലെ ഒബ്ജക്റ്റ് ഏതാണ്? ദ വിൻഡോ ആണ്. വിൻഡോ എന്ത് ചെയ്യുക? നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. പിന്നെ ഏതാ വേണ്ടത്? ബി ഫോം ആയിട്ടുള്ള ബി തന്നെ, ബി എഴുതി. ഷട്ടിന്റെ V3 ഏതാണ്? ഷട്ട് തന്നെയാണ്. ഷട്ട് ഷട്ട് ഷട്ടാണ്. സോ ഷട്ട് തന്നെ എഴുതി. സോ ലെറ്റ് ദ വിൻഡോ ബി ഷട്ട്. ഷട്ട് ദി വിൻഡോ എന്ന് പറയുന്ന സെന്റൻസിന്റെ പാസീവ് വോയിസ് എന്താണ്? ലെറ്റ് ദ വിൻഡോ ബി ഷട്ട് എന്നാണ്. മറ്റ് രണ്ടാമത്തെ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിലോ യു ആർ ഓർഡേർഡ് ടു, ശേഷം എന്താണ്? എന്താണോ സെന്റൻസ് അതങ്ങനെ തന്നെ എഴുതുക. അതായത് യു ആർ ഓർഡേർഡ് ടു ഷട്ട് ദി വിൻഡോ. യു ആർ ഓർഡേർഡ് ടു. പിന്നെ ചോദ്യം എന്താ? ഷട്ട് ദി വിൻഡോ. ആ ഷട്ട് ദി വിൻഡോ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇംപറേറ്റീവ് സെന്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? ആക്റ്റീവ് വോയിസിന് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് എന്താണ്? ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്ന ഓർഡേഴ്സ് എന്താണ്? വിത്ത് ഒബ്ജക്റ്റ് ആണ്. ഓർഡേഴ്സ് വിത്ത് ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ ചോദ്യം ഉണ്ടാകും. ചോദ്യം എങ്ങനെയായിരിക്കും? വെർബ് V1 പ്ലസ് എന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിരിക്കും ചോദ്യം എന്ന് പറയുന്നത് അല്ലേ? അതായത് ഷട്ട് ദി വിൻഡോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത് നമ്മൾ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സ്ട്രക്ചർ എന്താണ്? ലെറ്റ് എഴുതുക, ശേഷം ഒബ്ജക്റ്റ് എഴുതുക, ദെൻ ബി പ്ലസ് V3 റിമൈനിങ് പാർട്ട് ഓഫ് ദി സെന്റൻസ് ഉണ്ടെങ്കിൽ അത് എഴുതുക. ദെൻ രണ്ടാമത്തെ രീതി എന്താണ്? യു ആർ ഓർഡേർഡ് ടു എഴുതുക, ശേഷം എന്താണോ ചോദ്യം അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ക്ലിയർ ആണോ? സോ ഷട്ട് ദി വിൻഡോ എന്തായിട്ട് മാറി?
ലെറ്റ് ദ വിൻഡോ ബി ഷട്ട് എന്ന് എഴുതാം നമുക്ക്. അതേപോലെ യു ആർ ഓർഡേർഡ് ടു ഷട്ട് ദ വിൻഡോ എന്ന് എഴുതാം. രണ്ട് രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇംപറേറ്റീവ് സെന്റൻസ് ഓർഡേഴ്സ് വിത്ത് ഒബ്ജക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ നോക്കാം. ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ബ്രിങ് എന്ന് പറയുന്നതാണ് വെർബിൻ്റെ V1 ആണ് അല്ലേ. ദെൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്, ഒരു കപ്പ് വെള്ളം അല്ലേ. ഒരു കപ്പ് വെള്ളം തരാൻ വേണ്ടിയിട്ടാണ് ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, ഒരു ഗ്ലാസ് വെള്ളം. ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടറിന് നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നാമത്തത് ലെറ്റ് വെച്ച് എഴുതുകയാണെങ്കിൽ ലെറ്റ് അല്ലേ, പ്ലസ് എന്താണ്, എന്താണോ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ് എന്താണ് എ ഗ്ലാസ് ഓഫ് വാട്ടർ അല്ലേ. ദെൻ ബി എഴുതുക, ബി പ്ലസ് എന്താണ് ബ്രിങ്ങിൻ്റെ V3 ഫോം. ബ്രിങ് അതിൻ്റെ V3 ഫോം എന്താ, ബ്രിങ് ബ്രോട്ട് ആൻഡ് ബ്രോട്ട് എന്നാണ് അല്ലേ. സോ V3 ഏതാണ്, ബ്രോട്ടാണ്. ബ്രിങ്ങിൻ്റെ V3 ഏതാണ്, ബ്രോട്ടാണ്. സോ എന്താണ് ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ചോദ്യത്തിനെ നമുക്ക് ആദ്യം നമുക്ക് എങ്ങനെ എഴുതാം, ലെറ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ബി ബ്രോട്ട് എന്ന് എഴുതാം. ക്ലിയർ ആണോ? രണ്ടാമത്തെ രീതിയാണെങ്കിൽ ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടറിന് നമുക്ക് എന്ത് എഴുതാം, യു ആർ ഓർഡേർഡ് ടു ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ അല്ലേ. യു ആർ ഓർഡേർഡ് ടു ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇംപറേറ്റീവ് സെന്റൻസിനെ നമുക്ക് ആക്റ്റീവ് വോയിസ് എന്ത് ചെയ്യാം, പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം. ഒന്നാമത്തെ രീതി ലെറ്റ് വെച്ച് തുടങ്ങുക, അല്ലെങ്കിൽ എന്തായിരിക്കും യു ആർ ഓർഡേർഡ് ടു വെച്ചിട്ട് എന്ത് ചെയ്യുക, തുടങ്ങുക. ക്ലിയർ ആണോ? മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ക്ലോസ് ദി ഡോർ. രണ്ടാമത്തെ ചോദ്യം ക്ലോസ് ദി ഡോർ ആണ് അല്ലേ. ക്ലോസ് ദി ഡോർ നമുക്ക് ലെറ്റ് വെച്ച് ചെയ്താണെങ്കിലോ, ലെറ്റ് എഴുതി ശേഷം ദി ഡോർ ആണെന്ത് ഒബ്ജക്റ്റ് അല്ലേ, ദി ഡോർ. ദെൻ ബി എഴുതി ക്ലോസിൻ്റെ V3 ഫോം എന്താ, ക്ലോസ് എന്ന് പറയുന്നത് V1 ആണ്, അതിൻ്റെ V3 ഫോം എന്താണ്, ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് ആൻഡ് ക്ലോസ്ഡ് ആണ്. ക്ലോസ് ദി ഡോർ എന്തായിട്ട് മാറും, ലെറ്റ് ദി ഡോർ ബി ക്ലോസ്ഡ്. ലെറ്റ് എഴുതുക എന്താണോ ചോദ്യത്തിലെ ഒബ്ജക്റ്റ് അല്ലേ, ഒബ്ജക്റ്റ് ദ ഡോർ ആണ്, ഡോർ എഴുതി ബി ഫോം ആയിട്ടില്ല ബി തന്നെ. ദെൻ ക്ലോസ്ഡ് ഏതാണ് V3, V1നെ എന്ത് ചെയ്യുക V3യിലേക്ക് മാറ്റുക. ഈ രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, യു ആർ ഓർഡേർഡ് ടു അല്ലെ, ഇത്രയും ഭാഗം എന്ത് ചെയ്യാം എഴുതാം അല്ലേ. ദെൻ എന്താണോ ചോദ്യം അതങ്ങനെ തന്നെ എഴുതിയാൽ മതി. അവിടെ V1നെ V3 ആക്കിയ ഒന്നും വേണ്ട, എന്താണോ ചോദ്യം, യു ആർ ഓർഡേർഡ് ടു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ്, എന്താണോ ചോദ്യം ആ ചോദ്യം അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. യു ആർ ഓർഡേർഡ് ടു ക്ലോസ് ദി ഡോർ. ക്ലോസ് ദി ഡോർ ആണ്, വിൻഡോ അല്ല കേട്ടോ. ക്ലോസ് ദി ഡോർ വിൻഡോ അല്ല. സോ ചോദ്യം ക്ലോസ് ദി ഡോർ ആണ്, ക്ലോസ് ദി വിൻഡോ അല്ല. ഇവിടെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പോൾ ക്ലോസ് ദി ഡോർ എന്തായാലും മാറും, ലെറ്റ് ദി ഡോർ ബി ക്ലോസ് ഡോ, അല്ലെങ്കിൽ എന്താണ് യു ആർ ഓർഡേർഡ് ടു ക്ലോസ് ദി ഡോറോ ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ദെൻ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഷട്ട് യുവർ മൗത്ത് അല്ലെ, മിണ്ടരുത് അല്ലെ. ഷട്ട് യുവർ മൗത്ത്, നീ വായ തുറക്കരുത് എന്നൊക്കെ പറയാം, മിണ്ടരുത് എന്നൊക്കെ പറയാം. ഷട്ട് യുവർ മൗത്ത് അല്ലെ. സോ ഷട്ട് യുവർ മൗത്ത് എന്ന് പറയുന്ന ചോദ്യത്തിന് നമുക്ക് എന്താ പറയുക, ലെറ്റ് വെച്ച് എഴുതുകയാണെങ്കിൽ ലെറ്റിൽ തുടങ്ങി. ദെൻ യുവർ മൗത്ത്, നിന്റെ വായാണെന്ത് ഒബ്ജക്റ്റ്, യുവർ മൗത്ത് അല്ലെ. ബി എന്താ, ഷട്ട് ആൻഡ് ഷട്ട് തന്നെയാണ്. സോ എന്താണ് ഷട്ട്. സോ ഷട്ട് യുവർ മൗത്ത് എന്തായിട്ട് മാറും, ലെറ്റ് യുവർ മൗത്ത് ബി ഷട്ട് എന്നായിട്ട് മാറും. ഷട്ട് യുവർ മൗത്ത് നമുക്ക് തന്നെ എഴുതാം, ലെറ്റ് യുവർ മൗത്ത് ബി ഷട്ട്. അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ രീതിയിൽ എഴുതുകയാണെങ്കിലോ, ഒന്നാമത്തെ രീതിയിൽ എന്താണ് ഷട്ട് യുവർ മൗത്തിനെ നമുക്ക് ലെറ്റ് യുവർ മൗത്ത് ബി ഷട്ട് എന്ന് എഴുതാം. രണ്ടാമത്തെ രീതിയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം, യു ആർ ഓർഡേർഡ് ടു ഷട്ട് യുവർ മൗത്ത് അല്ലേ. സോ ഷട്ട് യുവർ മൗത്തിനെ നമുക്ക് രണ്ടാമത്തെ രീതിയിൽ എഴുതുകയാണെങ്കിൽ യു ആർ ഓർഡേർഡ് ടു ഷട്ട് യുവർ മൗത്ത്. നോക്കൂ ഇവിടെ, യു ആർ ഓർഡേർഡ് ടു ഷട്ട് യുവർ മൗത്ത്. യുവർ ആണ്, ഷട്ട് യുവർ മൗത്ത്. സോ ഷട്ട് യുവർ മൗത്ത്, ലെറ്റ് യുവർ മൗത്ത് ബി ഷട്ടോ, അല്ലെങ്കിൽ എന്താണ് യു ആർ ഓർഡേർഡ് ടു ഷട്ട് യുവർ മൗത്ത്. രണ്ടും ഒരുമിച്ച് എക്സാമിൻ്റെ ഓപ്ഷനിൽ വരില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമാണ് വരിക കേട്ടോ. സോ നമ്മൾ ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ പറഞ്ഞു, എന്തായിട്ട് മാറും, ലെറ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ബി ബ്രോട്ടോ, അല്ലെങ്കിൽ എന്ത് യു ആർ ഓർഡേർഡ് ടു ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. രണ്ടാമത്തെ ചോദ്യം എന്താണ്, ക്ലോസ് ദി ഡോർ ആണ്, ലെറ്റ് ദി ഡോർ ബി ക്ലോസ് ഡോ, അല്ലെങ്കിൽ യു ആർ ഓർഡേർഡ് ടു ക്ലോസ് ദി ഡോറോ ആയിട്ട് മാറും. ദെൻ ലാസ്റ്റ് വൺ ഏതാണ്, ഷട്ട് യുവർ മൗത്ത് ആണ്, ലെറ്റ് യുവർ മൗത്ത് ബി ഷട്ടോ, അല്ലെങ്കിൽ യു ആർ ഓർഡേർഡ് ടു ഷട്ട് യുവർ മൗത്ത് ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്. പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്. ലെറ്റ് വെച്ച് എഴുതാൻ നമുക്ക് എഴുതാം, ലെറ്റ്
ഒബ്ജക്റ്റ് എന്താണ്? ദീസ് ലെറ്റേഴ്സ് ആണ് ഒബ്ജക്റ്റ് അല്ലേ? സോ ദീസ് ലെറ്റേഴ്സ്. ദെൻ ബി ഫോമാറ്റില്ല, ബി തന്നെ. പോസ്റ്റ് എന്തായിട്ട് മാറും? പോസ്റ്റ്, പോസ്റ്റഡ് ആൻഡ് പോസ്റ്റഡ് എന്തായിട്ട് മാറും? ലെറ്റ് ദീസ് ലെറ്റേഴ്സ് ബി പോസ്റ്റഡ്. പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ് എന്നായിട്ട് മാറും ലെറ്റ് ദീസ് ലെറ്റേഴ്സ് ബി പോസ്റ്റഡ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? ലെറ്റ് വെച്ചിട്ട് ഇതാണെങ്കിൽ. രണ്ടാമത്തെ എന്തായിട്ട് മാറും? യു ആർ ഓർഡേർഡ് അല്ലെ? യു ആർ ഓർഡേർഡ് ടു പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ് അല്ലെ? യു ആർ ഓർഡേർഡ് ടു പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്. ക്ലിയർ ആണോ? പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് ദീസ് ലെറ്റേഴ്സ് ബി പോസ്റ്റഡ്. പോസ്റ്റ് എന്ന് പറയുന്നത് V1 ആണ്, അതിന്റെ V3 ആണ് എന്ത്? പോസ്റ്റഡ് അല്ലെ? പോസ്റ്റ്, പോസ്റ്റഡ് ആൻഡ് പോസ്റ്റഡ്. പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്, ലെറ്റ് ദീസ് ലെറ്റേഴ്സ് ബി പോസ്റ്റഡ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? യു ആർ ഓർഡേർഡ് ടു പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് പറയാം അല്ലെ? അടുത്ത ചോദ്യം നോക്കൂ. ഓപ്പൺ ദി ഡോർ അല്ലെ? ഓപ്പൺ ദി ഡോർ V1 ആണ് അല്ലെ? ഒബ്ജക്റ്റ് ആണ്. തന്നിരിക്കുന്നത് ഇംപറേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ? നമുക്ക് ലെറ്റ് വെച്ച് എങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ ലെറ്റ് എഴുതി, ലെറ്റ് അല്ലെ? ദി ഡോർ, ദി ഡോർ. ബി ഫോം ആയിട്ടില്ല, ബി. ഓപ്പൺ എന്തായിട്ട് മാറും? ഓപ്പൺഡ് എന്തായിട്ട് മാറും? ലെറ്റ് ദി ഡോർ ബി ഓപ്പൺഡ് എന്തായിട്ട് മാറും? ലെറ്റ് ദി ഡോർ ബി ഓപ്പൺഡ്. ഓപ്പൺ ദി ഡോർ എന്തായിട്ട് മാറും? ലെറ്റ് ദി ഡോർ ബി ഓപ്പൺഡ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? യു ആർ ഓർഡേർഡ് ടു ഓപ്പൺ ദി ഡോർ അല്ലെ? യു ആർ ഓർഡേർഡ് ടു ഓപ്പൺ ദി ഡോർ. യു ആർ ഓർഡേർഡ് ടു ഓപ്പൺ ദി ഡോർ. ഓപ്പൺ ദി ഡോർ ലെറ്റ് വെച്ചാണെങ്കിൽ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് ദ ഡോർ. ബി ഫോം ആയിട്ടില്ല, ബി തന്നെ പ്ലസ് ഓപ്പൺ എന്ന് പറയുന്നത് V1 ആണ്, അതിന്റെ V3 ഫോം ആയിട്ടില്ല ഓപ്പൺഡ്. നെക്സ്റ്റ് എന്നാ? യു ആർ ഓർഡേർഡ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ യു ആർ ഓർഡേർഡ് ടു ഓപ്പൺ ദി ഡോർ അല്ലെ? യു ആർ ഓർഡേർഡ് ടുന് ശേഷം എന്താണ് ചോദ്യം, അങ്ങനെ തന്നെ കൊണ്ടുവരും. ക്ലിയർ ആണോ? സോ പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്, ലെറ്റ് ദീസ് ലെറ്റേഴ്സ് ബി പോസ്റ്റഡ്. യു അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? യു ആർ ഓർഡേർഡ് ടു പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്. അല്ലെങ്കിൽ ഓപ്പൺ ദി ഡോർ ആണെങ്കിലോ ലെറ്റ് ദി ഡോർ ബി ഓപ്പൺഡ്, അല്ലെങ്കിൽ യു ആർ ഓർഡേർഡ് ടു ഓപ്പൺ ദി ഡോർ. ക്ലിയർ ആണോ? ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇംപറേറ്റീവ് സെന്റൻസ് അല്ലെ? ഓർഡേഴ്സ് വിത്ത് ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് ആക്റ്റീവ് വോയിസിന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇംപറേറ്റീവ് സെന്റൻസിൽ തന്നെ നമുക്ക് ഇതുവരെ പറഞ്ഞിരിക്കുന്നതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകൾ. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ഓപ്പൺ ദി ഡോർ അല്ലെ? ഓപ്പൺ ദി ഡോർ എന്ന് പറയുന്ന ഇംപറേറ്റീവ് സെന്റൻസ്. ഇതിനെ നമുക്ക് എങ്ങനെയാക്കാം? തന്നിരിക്കുന്നതിനെ പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർഡേർഡ് അല്ലെ? യു ആർ ഓർഡേർഡ് ടു ഓപ്പൺ ദി ഡോർ എന്ന് പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ലെറ്റ് ദി ഡോർ ബി ഓപ്പൺഡ് എന്ന് പറയാം അല്ലെ? തന്നിരിക്കുന്ന ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. വെർബിൽ V1 തുടങ്ങിയാണ് ഒബ്ജക്റ്റ്. അതായത് ഓപ്പൺ ദി ഡോർ എന്ന് പറഞ്ഞാൽ ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് പറയാം അല്ലെ? ഡോർ തുറക്കരുത് എങ്ങനെ നമുക്ക് പറയാം? ഡോണ്ട് ഓപ്പൺ ദി ഡോർ അല്ലെ? ഡോണ്ട് ഓപ്പൺ ദി ഡോർ എന്ന്, ഡോർ തുറക്കരുത് എന്ന് പറയാം. സോ നോക്ക്, ഇവിടെ V1 ഉണ്ട് ഒബ്ജക്റ്റ്, അതിന് തൊട്ട് മുമ്പ് എന്താ? ചെയ്യരുതെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഡോണ്ട്. ഇത് എന്താണ്? ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ഇംപറേറ്റീവ് സെന്റൻസ് നമുക്ക് V1 പ്ലസ് ഒബ്ജക്റ്റോ അല്ലെങ്കിൽ എന്താണ് ഡോണ്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റോ, ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇംപറേറ്റീവ് സെന്റൻസ് പറയാം. ആദ്യത്തെ എന്താണ്? പോസിറ്റീവ് ആണ്. ഇതെന്താണ്? ചെയ്യാൻ പറയുന്നത് അല്ലെ? ഇതെന്താ? നെഗറ്റീവ് സെന്റൻസ്, ചെയ്യരുതെന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ചത് ഓപ്പൺ ദി ഡോർ ആണ്. ഓപ്പൺ ദി ഡോർ വന്നാൽ നമുക്ക് എന്താണ്? യു ആർ ഓർഡേർഡ് ടു ഓപ്പൺ ദി ഡോറോ, അല്ലെങ്കിൽ എങ്ങനെ പറയാം? ലെറ്റ് ദി ഡോർ ബി ഓപ്പൺഡ് എന്ന് പറയാം അല്ലെ? ദെൻ നെഗറ്റീവ് സെന്റൻസ് ആണ് വരുന്നതെങ്കിൽ, നെഗറ്റീവിലാണ് അത് പറയുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതായത് ഓപ്പൺ ദി ഡോർ എന്ന് പറയുന്ന സെന്റൻസിന്റെ നെഗറ്റീവ് ഡോണ്ട് ഓപ്പൺ ദി ഡോർ ആണ് ഇവിടെ ചോദ്യം തന്നത്. എങ്ങനെ നമുക്ക് മാറ്റാം? ഒന്നാമത്തത് ലെറ്റ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അല്ലെ? ലെറ്റ് വെച്ച് പറയുകയാണെങ്കിൽ ലെറ്റിൽ അല്ലെ? ആദ്യം നമ്മൾ ലെറ്റ് പറയും അല്ലെ? ഇവിടെ ഡോണ്ട് വന്ന് V1 വന്ന് ഒബ്ജക്റ്റ് അല്ലെ? V1 പ്ലസ് ഒബ്ജക്റ്റ് പോസിറ്റീവ്. നെഗറ്റീവ് ആകുന്ന സമയത്ത് അതിന് മുമ്പ് ഒരു ഡോണ്ട് ചേർക്കുക അല്ലെ? അപ്പോൾ ഡോണ്ട് പ്ലസ് എന്താണ്? V1 പ്ലസ് ഒബ്ജക്റ്റ്. നെഗറ്റീവിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പറയാം. ഒന്നാമത്തത് ലെറ്റിൽ വെച്ച് തുടങ്ങുകയാണെങ്കിൽ ലെറ്റ് നോട്ട് ദി ഡോർ ബി ഓപ്പൺഡ്. അതായത് ഓപ്പൺ ദി ഡോർ നമുക്ക് എങ്ങനെ പറയാം? ലെറ്റ് ദി ഡോർ ബി ഓപ്പൺഡ് അല്ലെ? ഇങ്ങനെയാണ് എന്താ പറയുക? സെന്റൻസ് പോസിറ്റീവ് ആകുന്ന സമയത്ത് ഓപ്പൺ ദി ഡോറിനെ നമുക്ക് ലെറ്റ് ദി ഡോർ ബി ഓപ്പൺഡ് എന്ന് പറയാം. നെഗറ്റീവ് ആകുന്ന സമയത്തോ ഡോണ്ട് ഓപ്പൺ ദി ഡോർ ആണെങ്കിലോ ലെറ്റ് നോട്ട് ദി ഡോർ ബി ഓപ്പൺഡ്. അതായത് നെഗറ്റീവ് ആണെങ്കിൽ ലെറ്റിന് ശേഷം എന്ത് ചേർക്കുക? ഒരു നോട്ട് ചേർക്കുക. നെഗറ്റീവ് ആണെങ്കിൽ ലെറ്റിന് ശേഷം എന്ത് ചെയ്യുക? നോട്ട് ചേർക്കുക. ലെറ്റ് പ്ലസ് നോട്ട് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ആയിട്ട് മാറും. സോ നോക്കൂ, ഇവിടെ ഓപ്പൺ ദി ഡോർ ലെറ്റ് പ്ലസ് നോട്ട് പ്ലസ് ഒബ്ജക്റ്റ് ദ ഡോർ ബി ഫോം ആയിട്ടുള്ള ബി. ഓപ്പൺ എന്ന് പറയുന്നത് V1 ആണ്, അതിൻ്റെ V3 ഫോം ആയിട്ടുള്ള ഏത്? ഓപ്പൺഡ്.
ക്ലിയർ ആണോ? സോ ഡോണ്ട് ഓപ്പൺ ദി ഡോറിനെ നമുക്ക് ഇങ്ങനെ പറയാം ലെറ്റ് നോട്ട് ദി ഡോർ ബി ഓപ്പൺഡ്. ഡോണ്ട് ഓപ്പൺ ദി ഡോർ എങ്ങനെ പറയാം? ലെറ്റ് നോട്ട് ദി ഡോർ ബി ഓപ്പൺ. ഇതാണ് ഒന്നാമത്തെ രീതി. നമുക്ക് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യാം. ലെറ്റ് വെച്ച് പറയുകയാണെങ്കിൽ ഡോണ്ടിലാണ് സെന്റൻസ് വന്നതെങ്കിൽ ലെറ്റിന് ശേഷം എന്ത് ചേർക്കാം? നോട്ട് ചേർക്കാം. രണ്ടാമതോ ഓർഡേർഡ് വെച്ച് പറയുകയാണെങ്കിലോ യു ആർ ഓർഡേർഡ് അല്ലെ, ഓപ്പൺ ദി ഡോർ ആണെങ്കിൽ യു ആർ ഓർഡേർഡ് ടു ഓപ്പൺ ദി ഡോർ അല്ലെ. നോട്ട് വരുന്ന സമയത്തോ, അതായത് ഡോണ്ട് ഓപ്പൺ ദി ഡോർ ആണെങ്കിലോ ടൂവിൻ്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്യുക? നോട്ട് ചേർക്കുക. യു ആർ ഓർഡേർഡ് നോട്ട് ടു ഓപ്പൺ ദി ഡോർ എന്തായാലും മാറും? യു ആർ ഓർഡേർഡ് നോട്ട് ടു ഓപ്പൺ ദി ഡോർ. അതായത് നമ്മൾ പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഓപ്പൺ ദി ഡോറിനെ യു ആർ ഓർഡേർഡ് ടു ഓപ്പൺ ദി ഡോർ ആണ്. നെഗറ്റീവ് ആയിട്ടുള്ള ഡോണ്ട് ഓപ്പൺ ദി ഡോർ ആണെങ്കിലോ യു ആർ ഓർഡേർഡ് നോട്ട് ടു ഓപ്പൺ ദി ഡോർ. അതായത് ടൂവിന് മുമ്പ് എന്ത് ചേർക്കുക? നോട്ട് ചേർക്കുക. ക്ലിയർ ആണോ? ദെൻ മറ്റൊരു രീതിയിലും കൂടെ നമുക്ക് എന്ത് പറയാം? ഓപ്പൺ ദി ഡോറിനെ പറയാം. അതെങ്ങനെ? ഡോണ്ട് ഓപ്പൺ ദി ഡോറിനെ പറയാം. അത് നെഗറ്റീവ് സെൻസിനെ മറ്റൊരു രീതിയിലൂടെ പറയാം. യു ആർ ഫോർബിഡൻ ടു ഓപ്പൺ ദി ഡോർ. അതായത് ഓർഡേർഡിന് പോസിറ്റീവ് സെൻസിൽ ഓർഡേർഡിന് പകരം ഇവിടെ ഫോർബിഡൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റ് നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. അതായത് യു ആർ ഫോർബിഡൻ ടു ഓപ്പൺ ദി ഡോർ. അതായത് ഓപ്പൺ ദി ഡോർ അല്ലെ, ഡോർ തുറക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുക അല്ലെ. ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ വിലക്കുക എന്നാണ്. സോ വിലക്കുക എന്ന് പറയുന്ന നെഗറ്റീവ് പദം അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. നെഗറ്റീവ് മീനിങ് അവിടെ സെൻറ്റൻസിന് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്നതിൽ പിന്നെ ഡോണ്ടോ നോട്ടോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ യു ആർ ഫോർബിഡൻ പിന്നെ നോട്ട് ടു പറയേണ്ട ആവശ്യമില്ല. അതായത് ഒരിക്കലും പിന്നെ യു ആർ ഫോർബിഡൻ വന്നാൽ പിന്നെ എന്ത് ചെയ്യരുത്? നോട്ട് ടു യൂസ് ചെയ്യരുത്. യു ആർ ഓർഡേർഡിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് ടു ഓപ്പൺ ദി ഡോർ. ഫോർബിഡൻ വന്നാലോ പിന്നെ നോട്ടിൻ്റെ ആവശ്യമില്ല. യു ആർ ഫോർബിഡൻ ടു ഓപ്പൺ ദി ഡോർ ആയിട്ട് മാറും. അതായത് ഫോർബിഡൻ പറയുകയാണെങ്കിൽ ശേഷം എന്താണ്? ഫോർബിഡൻ ടുവിന് ശേഷം തന്നിരിക്കുന്ന സെൻസിലെ ഡോണ്ട് ഒഴിവാക്കിയിട്ടില്ല പാർട്ട്. അതായത് ഡോണ്ട് ഓപ്പൺ ദി ഡോറിൽ ഓപ്പൺ ദി ഡോർ മാത്രം എഴുതിയാൽ മതി. ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ വിലക്ക് ഏർപ്പെടുത്തുക, തടയുക എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട? അവിടെ നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? സോ തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം? ഡോണ്ട് ഓപ്പൺ ദി ഡോർ അല്ലെ. മൂന്ന് രീതിയിൽ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഒന്നാമത്തത് ലെറ്റ് നോട്ട് ദി ഡോർ ബി ഓപ്പൺഡ്. രണ്ടാമത്തെ രീതി യു ആർ ഓർഡേർഡ് നോട്ട് ടു ഓപ്പൺ ദി ഡോർ. മൂന്നാമത്തെ രീതി യു ആർ ഫോർബിഡൻ ടു ഓപ്പൺ ദി ഡോർ. ക്ലിയർ ആണോ? ഡോണ്ട് ഓപ്പൺ ദി ഡോർ, ലെറ്റ് നോട്ട് ദി ഡോർ ബി ഓപ്പൺഡ്, അല്ലെങ്കിൽ യു ആർ ഓർഡേർഡ് നോട്ട് ടു ഓപ്പൺ ദി ഡോർ, അല്ലെങ്കിൽ യു ആർ ഫോർബിഡൻ ടു ഓപ്പൺ ദി ഡോർ. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത ചോദ്യം നോക്കൂ. ഡോണ്ട് ക്ലോസ് ദി വിൻഡോ. ഡോണ്ട് ക്ലോസ് ദി വിൻഡോ. നമുക്ക് ലെറ്റ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ആദ്യം നമ്മൾ ലെറ്റ് വെക്കും, ഡോണ്ടിൽ വന്നതുകൊണ്ട് നോട്ട് ചേർക്കും. ഒബ്ജക്റ്റ് ഏതാണോ ദ വിൻഡോ ചേർക്കും. ബി ഫോമാറ്റില്ല, ബി തന്നെ ഡോണ്ട് ക്ലോസ് ദി വിൻഡോ. ഇവിടെ ഷട്ടല്ല, ക്ലോസ്ഡ് ആണ്. ഡോണ്ട് ക്ലോസ് ദി വിൻഡോ, ലെറ്റ് നോട്ട് ദി വിൻഡോ ബി ക്ലോസ്ഡ് അല്ലേ. ക്ലോസിൻ്റെ V3 ഫോമാറ്റില്ല, ക്ലോസ്ഡ് യൂസ് ചെയ്യും. ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ് എന്ന് പറഞ്ഞാൽ V1 ഫോമാണ്. അതിൻ്റെ V3 ഫോം ഏതാണ്? ക്ലോസ്ഡ് ആണ്. അപ്പോൾ നോക്കാം, ഡോണ്ട് ക്ലോസ് ദി വിൻഡോ നമുക്ക് എങ്ങനെ പറയാം? ലെറ്റ് നോട്ട് ദി വിൻഡോ ബി ക്ലോസ്ഡ്. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഡോണ്ട് ക്ലോസ് ദി വിൻഡോ ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഡോണ്ട് പ്ലസ് V1 ആണ്. അതിനെ ലെറ്റ് ഫോമിലേക്ക് എഴുതുന്ന സമയത്ത് ഡോണ്ട് വന്നാൽ ലെറ്റിന് ശേഷം നോട്ട് ചേർക്കുക. ലെറ്റ് നോട്ട്, ഒബ്ജക്റ്റ് ദ വിൻഡോ ആണ്. ബി പ്ലസ് ഏതാണ്? V3. ക്ലോസ് V1 ആണ്, അതിൻ്റെ V3 ക്ലോസ്ഡ്. ക്ലിയർ ആണോ? ഇതാണെന്ത്? ഒന്നാമത്തെ രീതി. രണ്ടാമത് നമുക്ക് എങ്ങനെ പറയാം? യു ആർ ഓർഡേർഡ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ അല്ലേ, യു ആർ ഓർഡേർഡ് ടുവിന് മുമ്പ് നോട്ട് ചേർക്കുക. യു ആർ ഓർഡേർഡ് നോട്ട് ടു അല്ലേ, ചെയ്യരുത് അല്ലേ. യു ആർ നിന്ന് ചെയ്യരുത് എന്ന അർത്ഥത്തിലാണ് നമുക്ക് പറയുന്നത്. യു ആർ ഓർഡേർഡ് നോട്ട് ഓർഡർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചെയ്യരുതെന്ന്. എന്ത് ചെയ്യരുത്? ഷട്ട് ദി വിൻഡോ അടയ്ക്കരുത് അല്ലേ. സോ വിൻഡോ അടയ്ക്കുക എന്നത് ചെയ്യരുത് അല്ലേ. സോ യു ആർ ഓർഡേർഡ് നോട്ട് ടു ഷട്ട് ദി വിൻഡോ അല്ലേ. സോ യു ആർ ഓർഡേർഡ് നോട്ട് ടുവിന് ശേഷം തന്നിരിക്കുന്ന ഡോണ്ടിന് ശേഷം വന്നിരിക്കുന്ന ഷട്ടല്ല, ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡിൻ്റെ ക്ലോസ്ഡ് അല്ല, ക്ലോസ് ആണ്. ക്ലോസ്. സോ ഇവിടെയും ക്ലോസ് ആണ് കേട്ടോ. ഒരു ഭാഗത്തിന് ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്നാണ്, നമ്മൾ ക്ലോസ് ആണ്. സോ യു ആർ ഓർഡേർഡ് നോട്ട് ടു ക്ലോസ് ദി വിൻഡോ. യു ആർ ഓർഡേർഡ് നോട്ട് ടു ക്ലോസ് ദി വിൻഡോ. അപ്പോൾ നമുക്ക് അവിടെ തന്നിരിക്കുന്നതിൽ ഡോണ്ട് ക്ലോസ് ദി വിൻഡോ, ലെറ്റ് നോട്ട് ദി വിൻഡോ ബി ക്ലോസ്ഡ്,
ദെൻ ഓർഡറിൽ വെച്ച് പറയുകയാണെങ്കിൽ യു ആർ ഓർഡർഡ് നോട്ട് ടു ക്ലോസ് ദി വിൻഡോ. ദെൻ മൂന്നാമത് മറ്റൊരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിലോ ഫോർബിഡൻ വെച്ച് പറയുകയാണെങ്കിൽ യു ആർ ഫോർബിഡൻ ടു അല്ലേ, യു ആർ ഫോർബിഡൻ ടു ക്ലോസ് ദി വിൻഡോ അല്ലേ, യു ആർ ഫോർബിഡൻ ടു ക്ലോസ് ദി വിൻഡോ അല്ലേ, യു ആർ ഫോർബിഡൻ ടു ക്ലോസ് ദി വിൻഡോ. അവിടെ എന്തായാലും മാറും യു ആർ ഫോർബിഡൻ ടു ക്ലോസ് ദി വിൻഡോ. തന്നിരിക്കുന്ന ചോദ്യം ഏതാണോ അതിൽ ഡോണ്ട് ഒഴിവാക്കിയിട്ടുള്ള ഭാഗം നമ്മൾ എഴുതിയാൽ മതി അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന ഓർഡേർഡിലാണെങ്കിലും ഫോർബിഡനിലാണെങ്കിലും ടൂന് ശേഷം അല്ലേ എന്താണോ ചോദ്യം ആ ചോദ്യത്തിലെ ഡോണ്ട് ഒഴിവാക്കിയിട്ടുള്ള ബാലൻസ് അല്ലെ റിമൈനിങ് സെക്ഷൻ ഏതാണോ അത് നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? സോ ഡോണ്ട് ക്ലോസ് ദി വിൻഡോ, ലെറ്റ് നോട്ട് ദി വിൻഡോ ബി ക്ലോസ്ഡ്, അല്ലെങ്കിൽ യു ആർ ഓർഡർഡ് നോട്ട് ടു, പിന്നെ എന്താണോ ഡോണ്ട് ഒഴിവാക്കിയിട്ടുള്ള ഭാഗം ക്ലോസ് ദി വിൻഡോ, അല്ലെങ്കിൽ യു ആർ ഫോർബിഡൻ ടു ശേഷം എന്താണോ ഡോണ്ട് ഒഴിവാക്കിയിട്ടുള്ള ഭാഗം ക്ലോസ് ദി വിൻഡോ, then ക്ലോസ് ദി വിൻഡോ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് എന്ത് തന്നിരിക്കുന്നത്. നെഗറ്റീവ് ആകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ ഡോണ്ട് ഓപ്പൺ ദി ഡോർ അങ്ങനെ ചെയ്താൽ നമുക്ക് ലെറ്റ് നോട്ട് ദി ഡോർ ബി ഓപ്പൺഡ്, അല്ലെങ്കിൽ യു ആർ ഓർഡേർഡ് നോട്ട് ടു ഓപ്പൺ ദി ഡോർ, അല്ലെങ്കിൽ യു ആർ ഫോർബിഡൻ ടു ഓപ്പൺ ദി ഡോർ. ക്ലിയർ ആണോ? ഡോണ്ട് ക്ലോസ് ദി വിൻഡോ ആണെങ്കിലോ ലെറ്റ് നോട്ട് ദി വിൻഡോ ബി ക്ലോസ്ഡ്, അല്ലെങ്കിൽ യു ആർ ഓർഡേർഡ് നോട്ട് ടു ക്ലോസ് ദി വിൻഡോ, അല്ലെങ്കിൽ യു ആർ ഫോർബിഡൻ ടു ക്ലോസ് ദി വിൻഡോ അല്ലേ. ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ദെൻ അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് പറയാം നോട്ട് ഡോണ്ട് വെച്ചിട്ട് എഴുതുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കാം. ഡോണ്ട് ഇൻവൈറ്റ് റഹീം, ഡോണ്ട് ഇൻവൈറ്റ് റഹീം അല്ലേ. ഇത് നമുക്ക് ലെറ്റ് വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ പറയാം? ലെറ്റ് വെച്ചിട്ട് എഴുതുന്ന ഫോമാണ് പറയുന്നത്. എക്സാമിന് ഇതിന് മുമ്പ് ചോദിച്ച ചോദ്യമാണ്. സോ ഈ കാര്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഡോണ്ട് ഇൻവൈറ്റ് റഹീം അല്ലേ, റഹീമിനെ ഇൻവൈറ്റ് ചെയ്യരുത് അല്ലേ, അതാണ് ഓർഡർ. ഡോണ്ട് ഇൻവൈറ്റ് റഹീം. തന്നിരിക്കുന്ന സെൻറ്റൻസ് ലെറ്റ് വെച്ച് എഴുതുകയാണെങ്കിൽ നമ്മളെങ്ങനെ എഴുതും? ലെറ്റ് എഴുതി, പിന്നെ ശേഷം എന്താ നോട്ട് എഴുതി, ഒബ്ജക്റ്റ് ആരാ റഹീം എഴുതി, ദെൻ അല്ലെ ഒബ്ജക്റ്റ് എഴുതി, ബി ഫോമായിട്ടുള്ള ബി എഴുതി, ഇൻവൈറ്റിൻ്റെ V3 ഫോം ഏതാണ്? ഇത് V1 ആണ്, അതിൻ്റെ V3 ഫോം ഏതാണ്? ഇൻവൈറ്റഡ്. അപ്പോൾ എന്തായാലും മാറി ഡോണ്ട് ഇൻവൈറ്റ് റഹീം, ലെറ്റ് നോട്ട് റഹീം ബി ഇൻവൈറ്റഡ് അല്ലെ. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച സെയിം കാര്യം തന്നെ അല്ലേ, അതിൽ മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ല, ലെറ്റിന് ശേഷം നോട്ട് ചേർക്കുക. ഡോണ്ട് ഇൻവൈറ്റ് റഹീം എന്തായിട്ട് മാറും? ലെറ്റ് നോട്ട് റഹീം ബി ഇൻവൈറ്റഡ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച സെയിം കാര്യമാണ്, അതിൽ പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കാനോ ഒന്നുമില്ല. പക്ഷെ രണ്ടാമത്തെ ശ്രദ്ധിക്കാം, ഡോണ്ട് ഇൻവൈറ്റ് ഹിം എന്നാണ്. ഡോണ്ട് ഇൻവൈറ്റ് ഹിം, അവനെ എന്ത് ചെയ്യരുത്, ക്ഷണിക്കരുത് എന്നാണ് അല്ലെ ഓർഡർ. അപ്പോൾ അവിടെ റഹീമിൻ്റെ സ്ഥാനത്ത് എന്താ അവിടെ വന്നിരിക്കുന്നത്? എന്താണ് അവിടെ? പ്രോനോൺ ആയിട്ടുള്ള ഹിം ആണ്, ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഹിം ആണ് അവിടെ യൂസ് ചെയ്തത്. ക്ലിയർ ആണോ? സോ നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ തന്നെ. രണ്ടാമത്തത് ലെറ്റ് നോട്ട് ഹിം ബി ഇൻവൈറ്റഡ്, ലെറ്റ് നോട്ട് ഇൻ ബി ഇൻവൈറ്റഡ്. അടുത്ത നമുക്ക് പറയുകയാണെങ്കിൽ ലെറ്റ് നോട്ട് ഹി ബി ഇൻവൈറ്റഡ്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ ലെറ്റ് ഹി നോട്ട് ബി ഇൻവൈറ്റഡ്. ഈ 4 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് എക്സാമ്പിൾ. ഡോണ്ട് ഇൻവൈറ്റ് റഹീമിനെ നിങ്ങൾക്ക് എ എന്ന് പറഞ്ഞിട്ട് ലെറ്റ് ഹിം നോട്ട് ബി ഇൻവൈറ്റഡ്, ഓപ്ഷൻ ബി ലെറ്റ് നോട്ട് ഹിം ബി ഇൻവൈറ്റഡ്, ഓപ്ഷൻ സി ലെറ്റ് നോട്ട് ഹി ബി ഇൻവൈറ്റഡ്, ഓപ്ഷൻ ഡി ലെറ്റ് ഹി നോട്ട് ബി ഇൻവൈറ്റഡ്. നമ്മൾ തൊട്ട് മുമ്പ് എഴുതി എന്താണ്? ഡോണ്ട് ഇൻവൈറ്റ് റഹീമാണ് അല്ലേ, ഡോണ്ട് ഇൻവൈറ്റ് റഹീമാണ്. അപ്പോൾ ഡോണ്ട് ഇൻവൈറ്റ് റഹീം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് വന്നു, നമ്മൾ ലെറ്റിന് ശേഷം നോട്ട് ചേർത്തു, റഹീം എഴുതി. ദെൻ പ്രോനോൺ വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെറ്റിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? പ്രോനോൺ വരും. ലെറ്റിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? പ്രോനോൺ വരും എന്ന കാര്യം ശ്രദ്ധിക്കുക, ഒന്നാമത്തെ. രണ്ടാമത്തത് ലെറ്റിന് ശേഷം എന്താണ്? ആ തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് പ്രോനോൺ ആയിട്ടുള്ള ഹിം ആണ് ചോദ്യത്തിൽ. ആ ഹിം തന്നെയാണ് ലെറ്റിന് ശേഷം എഴുതുക. അതായത് ലെറ്റിന് ശേഷം എന്താണ്? നമ്മളിവിടെ ഹിം എന്ന് പറയുന്നത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് അല്ലേ എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് ഓഫ് ദി
ആക്റ്റീവ് വോയിസിനെ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങോട്ട് മാറുന്ന സമയത്ത് അത് ഹിമ്മിനെ ഹീ ആക്കിയിട്ടുണ്ട് നമ്മൾ അസർട്ടീവ് സെൻറ്റൻസിൽ. പക്ഷേ ലെറ്റിന് ശേഷം എന്താണ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഹിം ഒരു കാരണവശാലും ഇവിടെ എത്തുമ്പോൾ എന്താവില്ല, ഹീ ആവില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ പലരും ഇങ്ങനെ ഓപ്ഷൻ വരുന്ന സമയത്ത് അല്ലേ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് വെച്ചിട്ട് ഇതാണെങ്കിൽ ലെറ്റ് നോട്ട് ഹീ അല്ലേ, ലെറ്റ് നോട്ട് ഹീ ബി ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞ് ലെറ്റ് നോട്ട് ഹീ ബി ഇൻവൈറ്റഡ് എന്ന് പറയുന്നത് എഴുതി പോകരുത്. കാരണം എന്താണ്, ലെറ്റിന് ശേഷം ഒബ്ജക്റ്റീവ് പ്രൊനൗൺ മാത്രമേ യൂസ് ചെയ്യുക. അപ്പോൾ എന്താണ്, ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കില്ല അല്ല. ലെറ്റ് നോട്ട് ഹീ ബി ഇൻവൈറ്റഡ്, ലെറ്റ് ഹീ നോട്ട് ബി ഇൻവൈറ്റഡും രണ്ടും ഉപയോഗിക്കില്ല. കാരണം എന്താണ്, തന്നിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് ഇവിടെ ഹിമ്മ് വന്നത് അല്ലേ. അവിടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ലെറ്റിന് ശേഷം വരുന്ന സമയത്ത് അവിടെയും എന്താണ് ഒബ്ജക്റ്റീവ് പ്രൊനൗണെ യൂസ് ചെയ്യും, അല്ലാതെ അത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള പ്രൊനൗൺ അതായത് ഹീ ആയിട്ട് മാറില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിക്കില്ല കേട്ടോ. മറ്റൊന്ന് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഡോണ്ട് ഇൻവൈറ്റ് റഹീം അല്ലെ, ലെറ്റ് നോട്ട് റഹീം ബി ഇൻവൈറ്റഡ് ആണ്. ഇവിടെ നോക്കൂ, ലെറ്റിന് ശേഷം നോട്ട് ഹിം ബി ഇൻവൈറ്റഡ് വന്നിട്ടുണ്ട്, ലെറ്റ് ഹിം നോട്ട് ബി ഇൻവൈറ്റഡ്. ഇവിടെ ഇതെന്താണ്, ഇവിടെ തെറ്റാണ്. കാരണം നമ്മൾ തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് അല്ല, ഒബ്ജക്റ്റ് വന്ന സമയത്ത് പേരുകളൊക്കെ വരുന്ന സമയത്ത് അല്ല, മറ്റുള്ള നാമങ്ങളൊക്കെ വരുന്ന സമയത്ത് ലെറ്റ് നോട്ട് എന്താണോ ആ ഒബ്ജക്റ്റ് അങ്ങനെ എഴുതിയാൽ മതി. പക്ഷേ പ്രൊനൗൺ വന്നാലോ ലെറ്റിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, പ്രൊനൗൺ എഴുതണം. അതായത് ലെറ്റ് ഹിം നോട്ട് ബി ഇൻവൈറ്റഡ് എന്നാണ് ശരിയായത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ച ഡോണ്ട് ഇൻവൈറ്റ് റഹീമിൽ നമ്മൾ അതിനെ ലെറ്റ് വെച്ച് ചെയ്യുന്ന സമയത്ത് ലെറ്റ് നോട്ടിന് ശേഷം ഒബ്ജക്റ്റ് റഹീം എഴുതി, ബി പ്ലസ് എൻ്റെ ഇൻവൈറ്റഡ് ഏതാണോ അത് എഴുതി. പക്ഷേ ഹിമ്മ് വന്നാൽ രണ്ട് കാര്യം ശ്രദ്ധിക്കുക, ലെറ്റിൻ്റെ കൂടെ തന്നെ ഡോണ്ട് ഇൻവൈറ്റ് റഹീം അല്ലെ, നെഗറ്റീവിൽ വരുന്ന സമയത്ത് ഹിമ്മ് വന്നാൽ ശ്രദ്ധിക്കുക, ലെറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹിമ്മ് ചെയ്തു അല്ലേ. ഒന്നാമത്തെ ലെറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹിമ്മ് ചെയ്തു. രണ്ടാമത്തെ എന്താണ്, ലെറ്റ് ഹിമ്മിന് ശേഷമാണ് എന്ത് ചേർക്കുക, നോട്ട് ചേർക്കുക. നോക്കൂ, ലെറ്റ് ഹിം നോട്ട് ബി ഇൻവൈറ്റഡ്. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിലോ, അതായത് ഇൻവൈറ്റ് റഹീം എന്നാണ് ചോദ്യം അല്ലെ, പലർക്കും സംശയം. അപ്പോൾ പോസിറ്റീവ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നോക്കൂ, ഇവിടെ ഇൻവൈറ്റ് റഹീം, സോറി ഇൻവൈറ്റ് റഹീം അല്ല, ഇൻവൈറ്റ് റഹീമിൽ മാറ്റൊന്നുമില്ല, ഇൻവൈറ്റ് ഹിം അല്ലെ. ഇൻവൈറ്റ് റഹീം ആണെങ്കിലോ ഇൻവൈറ്റ് റഹീം ലെറ്റ് റഹീം ബി ഇൻവൈറ്റഡ് അല്ലേ. ഇൻവൈറ്റ് ഹിം ആണെങ്കിലോ ഇവിടെ നോട്ട് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ്. അവിടെ എന്താണ്, ഇൻവൈറ്റ് റഹീം ആണെങ്കിലും ലെറ്റ് റഹീം ബി ഇൻവൈറ്റഡ് ആണ്, ഇൻവൈറ്റ് ഹിം ആണെങ്കിലോ ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ആണ്. ഹിമ്മ് തന്നെ ആണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്താണ്, ഹിമ്മ് തന്നെ ആണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. സോ നെക്സ്റ്റ് എന്താണ്, അവിടെ നോട്ട് നമ്മൾ ലെറ്റ് വെച്ച് നോട്ട് ചെയ്യുമ്പോൾ ലെറ്റ് പ്ലസ് നോട്ട് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഇവിടെ ആണെങ്കിലോ ലെറ്റിൻ്റെ കൂടെ തന്നെയാണ് പ്രൊനൗൺ വരാമെന്ന് മനസ്സിലാക്കിക്കുക. ലെറ്റ് ഹിം നോട്ട് ബി ഇൻവൈറ്റഡ് ആണ്. ക്ലിയർ ആണോ? ഈ കാര്യം എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് വെക്കുക, എക്സാമിന് ചോദിക്കും കേട്ടോ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. മറ്റൊന്ന് നോക്കും, മൂന്നാമത്തെ ചോദ്യം, ഇൻവൈറ്റ് ഹിം ടു ദി മീറ്റിംഗ് അല്ലേ. ഇൻവൈറ്റ് ഹിം ടു ദി മീറ്റിംഗ് പോസിറ്റീവ് സെൻറ്റൻസ് ആവുന്നിരിക്കുന്നത്, ഇൻവൈറ്റ് ഹിം ടു ദി മീറ്റിംഗ് അല്ലേ. നോക്കൂ, ഇവിടെ ലെറ്റ് വെച്ച് ചെയ്യുന്ന സമയത്ത് ലെറ്റ് എഴുതി, ലെറ്റിൻ്റെ കൂടെ എന്ത് ചെയ്തു, തന്നിരിക്കുന്ന ഹിം എന്ത് ചെയ്താണ്, ലെറ്റ് ഇൻവൈറ്റ് ഹിം ടു ദി മീറ്റിംഗ്. ഹിം അങ്ങനെ തന്നെ അല്ലെ, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് റിമൈനിങ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് അല്ലേ. ഇതാണ് വെർബ് V1, ഇതാണ് ഒബ്ജക്റ്റ് റിമൈനിങ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് ആണ് മീറ്റിംഗിലേക്ക് ക്ഷണിക്കാൻ അല്ലേ. സോ ലെറ്റ് വെച്ച് എഴുതി, ലെറ്റ് എഴുതി, ഒബ്ജക്റ്റ് ആരാ, ഹിം അങ്ങനെ തന്നെ, ഹിം ഹീ ആവില്ല, ശ്രദ്ധിക്കുക. ദെൻ ബി എഴുതി അല്ലേ. ദെൻ ഇൻവൈറ്റിൻ്റെ V3 ഫോം ഏതാണ്, ഇൻവൈറ്റഡ് ആണ്, അത് എഴുതി. റിമൈനിങ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് ഏതാണ്, ടു ദ മീറ്റിംഗ്, അതങ്ങനെ തന്നെ എഴുതുക, ടു ദ മീറ്റിംഗ്, റിമൈനിങ് പാർട്ട് അങ്ങനെ തന്നെ എഴുതുക. ക്ലിയർ ആണോ? സോ ഇൻവൈറ്റ് ഹിം ടു ദ മീറ്റിംഗ് എന്തായിട്ട് മാറും, ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ദ മീറ്റിംഗ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. സോ ഇൻവൈറ്റിനെ ശ്രദ്ധിക്കുക, സോറി ഇൻവൈറ്റ് അല്ല, ഹിമ്മിനെ ശ്രദ്ധിക്കുക. സോ ഇങ്ങനെ ചോദ്യം വരും കേട്ടോ. തന്നിരിക്കുന്ന ഹിമ്മ് വന്നിട്ടുണ്ടെങ്കിൽ അത് പാസീവ് വോയിസിൽ മാറ്റുന്ന സമയത്ത് ഹിമ്മ് തന്നെയാണ്, ലെറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹിമ്മ് യൂസ് ചെയ്യുക. നെഗറ്റീവ് വരുന്ന സമയത്ത് ലെറ്റ് നോട്ട് ഹിം എന്ന് പറയില്ല, ലെറ്റ് ഹിം നോട്ട് എന്ന് മാത്രമേ പറയൂ. ക്ലിയർ ആണോ? ഇതിനു മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം, തെറ്റിപ്പോകരുത്. നമ്മൾ ഈ പഠിച്ച രീതിയിലല്ല ഇത് വരുന്നതെന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഈ 3 കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ.